ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. ഇപ്പോൾ മത്തി നല്ല സുലഭമായി കിട്ടുന്ന സമയമാണ്. അപ്പോൾ മത്തി കൊണ്ടൊരു പിക്കിൾ എങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ കുറച്ച് പച്ചക്കുരുമുളക് എടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി ഒക്കെ കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ മുളക് പൊടിയുടെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോ മത്തിക്ക് 3 ടേബിൾ സ്പൂൺ എന്ന അളവിലാണ് മുളക് പൊടി എടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതുപോലെ പേസ്റ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മീറ്റിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. മത്തിയിൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. omega-3 ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കിട്ടുമ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇതുപോലെ പിക്കിൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ മസാല നന്നായിട്ട് മീറ്റിലേക്ക് പുരട്ടി മാരിനേറ്റ് ചെയ്ത് എടുക്കാം. അതിന് ശേഷം ഒരു 1 ഹവറോളമൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിന് ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പോളം കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ ഫിഷ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ശേഷം ആ സെയിം പാനിലേക്ക് തന്നെ ബാക്കി വന്ന ബാലൻസ് വന്ന ഓയിലിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം കടുക് ഉലുവയും എടുത്തു വച്ചിട്ടുണ്ട്. കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോഴേക്കും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. കാന്താരിമുളകിനും ഇഷ്ടമാതിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾക്ക് കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. കാന്താരിമുളക് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഇതുപോലെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. കാന്താരിമുളക് ഒന്ന് സോട്ട് ചെയ്ത് ആയി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പിക്കിളിലുള്ള ഗ്രേവിയിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അധികം മുളക് പൊടിയൊന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം കാന്താരി മുളകിൻ്റെ നല്ല എരിവുണ്ടാവും. കുറച്ച് മഞ്ഞൾപ്പൊടി, വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. മത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ വിനാഗിരിയുടെയും കാന്താരിമുളകിൻ്റെയൊക്കെ ഫ്ലേവർ മത്തിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഒരു അടിപൊളിയാണ്. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം മത്തി ധാരാളം കിട്ടുന്ന ഒരു ടൈമല്ലേ. അത്യാവശ്യം 2-3 മാസം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അതിൽ കൂടുതലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് നല്ലെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പിക്കിളിടാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ലെണ്ണ ചേർത്ത് ഈ പിക്കിൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ കുറേ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊന്നുള്ള സാഹചര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു പിക്കിൾ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. നല്ല സ്പൈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ മത്തിയുടെ ബെനിഫിറ്റ്സ് പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.